സാധന മാർഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പം നമ്മൾ വളരെയേറെ നമ്മളെ തന്നെ ഓരോ നിമിഷവും വിലയിരുത്തി പോകേണ്ട ആവശ്യം വളരെ വലുതാണ്. ട്രൂത്ത് വേർഡ്സിലൂടെയോ അല്ലെങ്കിൽ കണ്ണിലൂടെയോ കണ്ടറിയുന്നതിലൊന്നും സംഭവിക്കില്ല. ചെവിക്കോ കണ്ണിനോ ഇന്ദ്രിയങ്ങൾക്കോ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. ആറാം ഇന്ദ്രിയത്തിലൂടെ മാത്രമേ ഇതിനെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. നോക്കൂ, നമ്മൾ സാധന ചെയ്യുന്നുണ്ടാവാം, നമ്മൾ പല ക്രിയകളും ചെയ്യുന്നുണ്ടാവാം. നമ്മുടെ പുറം ലോകം പല സാഹചര്യങ്ങളിലും നമുക്കും കൂടി അതിൽ ഇൻവോൾവ് ആവുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത പലതിലും നമ്മുടെ ആത്മീയ അന്വേഷണം സീക്കിങ് സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കും. ഇതൊക്കെ ഭൗതികത്തിലുള്ള ജീവിക്കുന്നവർക്ക്, ആത്മീയ അന്വേഷണത്തിലില്ലാത്തവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. നിങ്ങളൊരു ധീരതയോടുള്ള യാത്രയിലാണ്, ധീരനായി മുന്നോട്ട് പോവുകയാണ്. ധീരത നിറഞ്ഞ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ധാരാളം സമയം ധാരണയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരും, ധ്യാനത്തിലിരിക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും നിങ്ങളുടെ മനസ്സിൻ്റെ പ്യൂരിഫിക്കേഷനും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, പക്ഷെ നിങ്ങളതിനു വേണ്ടി തയ്യാറെടുക്കാതെ നിങ്ങൾക്ക് പലരും സാധനയിലുള്ളവർ തന്നെ ഗുരുജി ശബരിമലയിൽ ആയുഷ്വായി അയാളെ തന്ത്രി പിടിച്ചല്ലോ, ഇതൊന്നും എന്നിൽ നിന്ന് സാധന പൂർണ്ണമായിട്ടും ഇതായിട്ടല്ല, സാധന മാർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പൂർണ്ണമായൊരു ദീക്ഷ കഴിഞ്ഞെങ്കിൽ ഇതൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അവരെല്ലാം പല കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നോക്കൂ, പുറം ലോകത്ത് എന്തൊന്ന് നടന്നാലും നിങ്ങൾ അതിൽ അവരെക്കുറിച്ച് പറയുകയും അവരെ കുറ്റം കണ്ടെത്താൻ നോക്കുകയും ലോകം ഇങ്ങനെയാണ്, മന്ത്രിമാരിങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സന്യാസി ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, നിങ്ങൾ പല കുറ്റങ്ങളും കണ്ടെത്താൻ നോക്കുമ്പോഴും അവരുടെ കർമ്മത്തിൻ്റെ ഒരു ഭാഗവത്തായിട്ട് നിങ്ങൾ ചേരുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ അനുഗ്രഹത്തെ നിങ്ങൾ തടയിടുകയാണ്. അതിനാൽ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ പൂർണ്ണത്വം കൈവഴിക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇതിലൊന്നും നിൽക്കാതിരിക്കുക. സാധന ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ മറന്നുകൊണ്ട് നമ്മുടെ ചിന്തകളുടെയും വികാരത്തിൻ്റെയും ഒന്നിൻ്റെയും അടിമത്തത്തിൽ നിൽക്കാതെ നമ്മളെ മറന്നുകൊണ്ട് ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ സമർപ്പണത്തിൽ പോവുക. സമർപ്പണത്തോട് നൽകുന്ന അത്ഭുതത്തെ അറിയാൻ കഴിയും. നമസ്കാരം.